ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം കർത്താവായ ദൈവം അവിടുത്തെ ദൃഷ്ടി നമ്മുടെ മേൽ പതിപ്പിച്ച് നമ്മെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. ദൈവമാണ് നമ്മുടെ അവകാശം. നമ്മുടെ ഭാഗധേയം കർത്താവിൻ്റെ കൈകളിലാണ്. കർത്താവായ ദൈവം ഇന്ന് നമ്മെ എല്ലാവരുടെയും മുന്നിൽ നമ്മെ മഹത്വപ്പെടുത്തും. മനുഷ്യരുടെ ഗൂഢാലോചനകളിൽ നിന്ന് നമ്മെ അവിടുന്ന് രക്ഷിക്കും. നമ്മുടെ ശത്രുക്കളുടെ ദൃഷ്ടിയിൽ നിന്ന് നമ്മെ പ്രത്യേകം കാത്തു സംരക്ഷിക്കും. ഇന്ന് ദൈവസന്നിധിയിൽ നാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നമ്മുടെ നിയോഗങ്ങളെ കർത്താവ് കനിവ് തോന്നി നമുക്ക് സാധിക്കട്ടെ. നമുക്കാവശ്യമായ 3 നിയോഗങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. മക്കൾ മാതാപിതാക്കളോട് ആവശ്യപ്പെടുമ്പോൾ മാതാപിതാക്കൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നത് പോലെ ദൈവമായ കർത്താവ് മക്കളായ നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ സാധിച്ചു തരും. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവം മഹോന്നതനാണ്. അവിടുന്ന് സകല സമ്പത്തിൻ്റെയും ഉടയവനാണ്, സമൃദ്ധിയുടെ ഉറവിടമാണ്. അതിനാൽ തന്നെ നാം എന്ത് കാര്യം ചോദിച്ചാലും അത് നൽകാൻ തക്കവണ്ണം കർത്താവ് പ്രാപ്തനാണ്. അതിനാൽ തന്നെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നാം ചോദിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം അറിയുന്നു. നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും തക്ക സമയത്ത് അവിടുന്ന് നൽകി നമ്മെ സഹായിക്കും. ഒരിക്കലും അവിടുന്ന് നമ്മെ ഉപേക്ഷിക്കുകയോ തള്ളിക്കളയുകയോ ഇല്ല. ഇന്നത്തെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായി ഇടപെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദൈവവചനവും പ്രാർത്ഥനയും അനേകർ കാണുകയും കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന് മഹത്വം ലഭിക്കുന്നതിനാൽ നാം ഈ വീഡിയോ മറ്റുള്ള എല്ലാവരിലേക്കും, നിങ്ങൾക്കറിയാവുന്ന എല്ലാ ഗ്രൂപ്പുകളിലേക്കും വ്യക്തികളിലേക്കും ഇത് ഷെയർ ചെയ്തെത്തിക്കുക. തീർച്ചയായും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവമഹത്വം വ്യാപരിക്കും. വിശ്വാസത്തോടെ ഇന്നത്തെ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 31:14 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. അങ്ങാണ് എൻ്റെ ദൈവമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. എൻ്റെ ഭാഗധേയം അങ്ങയുടെ കൈകളിലാണ്. ശത്രുക്കളുടെയും പീഡകരുടെയും കൈകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. അങ്ങയുടെ ദൃഷ്ടി ഈ ദാസന്റെ മേൽ പതിക്കണമേ. അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ രക്ഷിക്കണമേ. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ഞാൻ ലജ്ജിതനാകാൻ ഇടയാക്കരുതേ. ദുഷ്ടരെ ലജ്ജിതരാക്കണമേ. അവർ മൂകരായി പാതാളത്തിൽ പതിക്കട്ടെ. അസത്യം പറയുന്ന അധരങ്ങൾ മൂകമാകട്ടെ. അവർ അഹന്തയോടും അവജ്ഞയോടും കൂടെ നീതിമാന്മാർക്കെതിരെ സംസാരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്. തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു. അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു. അങ്ങ് അവരെ മനുഷ്യരുടെ ഗൂഢാലോചനയിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ ഒളിപ്പിച്ചു. നിന്ദാവചനങ്ങൾ ഏൽക്കാതെ അങ്ങയുടെ കൂടാരത്തിൽ അവരെ മറച്ചുവെച്ചു. കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ആക്രമിക്കപ്പെട്ട നഗരത്തിലെന്ന പോലെ ഞാൻ അസ്വസ്ഥനായിരുന്നു. അവിടുന്ന് വിസ്മയകരമാം വിധം എന്നോട് കാരുണ്യം കാണിച്ചു. അങ്ങയുടെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ പുറന്തള്ളപ്പെട്ടു എന്ന് എൻ്റെ പരിഭ്രമത്തിൽ ഞാൻ പറഞ്ഞുപോയി. എന്നാൽ ഞാൻ സഹായത്തിന് യാചിച്ചപ്പോൾ അവിടുന്ന് എൻ്റെ അപേക്ഷ കേട്ടു. കർത്താവിൻ്റെ വിശുദ്ധരെ, അവിടുത്തെ സ്നേഹിക്കുവിൻ. അവിടുന്ന് വിശ്വസ്തരെ പരിപാലിക്കുന്നു, അഹങ്കാരികളെ കഠിനമായി ശിക്ഷിക്കുന്നു. കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്നത്തെ പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യവും സ്നേഹവും
അനുഭവിച്ചറിയുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി കൂട്ടിത്തന്ന് ഞങ്ങളുടെ ആയുസ്സിനെ വർദ്ധിപ്പിച്ചു തന്നതിനായി അങ്ങേക്ക് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും അവിടുന്ന് ഏറ്റെടുക്കണമേ. ദൈവമേ, ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളിലും കർത്താവായ ദൈവം ഇടപെട്ട് ഞങ്ങളെ സഹായിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ ജനന തിരുനാൾ ആഘോഷിക്കുവാൻ ഒരുങ്ങുന്ന സമയത്ത് ദൈവമേ, അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ ഇന്ന് ഞങ്ങൾക്ക് സാധിക്കണമേ. ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും അർഹരാക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അങ്ങയുടെ ഏകജാതനെ ഞങ്ങൾക്ക് വേണ്ടി നൽകുവാൻ തക്കവണ്ണം അത്രമാത്രം ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ സ്വഭാവമുള്ളവരായി ഞങ്ങളെ ഇന്ന് രൂപാന്തരപ്പെടുത്തണമേ. കർത്താവായ ദൈവമേ, പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ക്രിസ്മസ് വേളയിൽ ക്രിസ്മസ് ആചരിക്കുവാൻ തയ്യാറെടുക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ക്രിസ്മസിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നൽകി ഞങ്ങളെ സംരക്ഷിക്കണമേ. സകല പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പുത്രന്റെ യോഗ്യതയാൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശു മരണം പ്രാപിച്ച അങ്ങയുടെ ദിവ്യസുതന്റെ യോഗ്യതയാൽ ഇന്ന് ഈ ദിവസം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, ക്രിസ്മസിനു വേണ്ടി ഒരുങ്ങുന്ന ഞങ്ങളുടെ എല്ലാം ഒരുക്കം അവിടുന്ന് പൂർത്തിയാക്കണമേ. ഭൗതികമായ ഒരുക്കത്തോടൊപ്പം ആത്മീയമായ ഒരുക്കം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ അന്തരാത്മാവിന് ദൈവിക സ്വഭാവം നൽകി സ്നേഹവും വിശ്വസ്തതയും ക്ഷമയും നന്മയും നൽകി എല്ലാ ദൈവിക അനുഗ്രഹങ്ങൾക്കും ഞങ്ങളുടെ അന്തരാത്മാവിനെ പ്രാപ്തരാക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരമപരിശുദ്ധി ഞങ്ങളിലേക്ക് ഇന്ന് വർഷിക്കണമേ. ദൈവത്തിന്റെ സ്വഭാവത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും അർഹരാക്കണമേ. ദൈവമേ, പരിശുദ്ധ അമ്മ പൂർണ്ണ ഗർഭവതിയായിട്ട് ആ അമ്മ സഹിച്ച എല്ലാ സഹനങ്ങളെയും പ്രതി ഞങ്ങൾ ഇന്ന് അങ്ങയോട് ചോദിക്കുന്ന ഞങ്ങളുടെ 3 നിയോഗങ്ങളെ അവിടുന്ന് സാധിച്ചു തരണമേ. അങ്ങ് ഞങ്ങളുടെ രക്ഷകനായ ഈശോയെ ഞങ്ങൾക്ക് തരുന്നതിനു വേണ്ടി അനാദി മുതലേ അങ്ങ് തെരഞ്ഞെടുത്ത പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ ദൈവഹിതം നിറവേറ്റിയ ആ പുണ്യവതിയുടെ നന്മയെ പ്രതി, യോഗ്യതകളെ പ്രതി, അനുസരണത്തെ പ്രതി, എളിമയെ പ്രതി ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഇന്നത്തെ നിയോഗങ്ങളെ അവിടുന്ന് ഏറ്റെടുത്ത് സാധിച്ചു തരണമേ. ഞങ്ങളെല്ലാവരും ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തുവാനായി ഞങ്ങൾ അങ്ങയോട് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ പിതാവാണ്. ഞങ്ങൾ ഒരു കാര്യം ചോദിക്കുന്നതിന് മുൻപ് തന്നെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങളെ അവിടുന്ന് വിവേചിച്ചറിയുന്നു. കർത്താവെ, ഇത്രമാത്രം ഞങ്ങളെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മറ്റൊരു ദൈവമില്ല. എൻ്റെ കർത്താവെ, അങ്ങാണ് ഞങ്ങളുടെ ഭാഗധേയം, അങ്ങാണ് ഞങ്ങളുടെ അവകാശം. എല്ലാ ശത്രുക്കളുടെ കരങ്ങളിൽ നിന്നും ഇന്നത്തെ ദിവസം ഞങ്ങളെ മോചിപ്പിക്കണമേ. ദൈവമേ, അങ്ങയുടെ ദൃഷ്ടി ഞങ്ങളുടെ മേൽ പതിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ വേദനയെ അവിടുന്ന് അറിഞ്ഞ്, ഞങ്ങളുടെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അറിഞ്ഞ് അങ്ങയുടെ ദൃഷ്ടി ഈ ദാസരുടെ മേൽ പതിപ്പിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കണമേ. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്താൽ ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ മക്കളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ മുഴുവനായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വസ്തുവകകളെ സമർപ്പിക്കുന്നു. ദൈവമേ, ഇന്നത്തെ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ ഞങ്ങൾ വാങ്ങുവാനായി പോകുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് എല്ലാ മേഖലകളിലും ലാഭം നൽകണമേ. ഈശോയെ, ഞങ്ങൾ വാങ്ങിക്കുന്ന ഭക്ഷണപാനീയങ്ങളെ
എല്ലാ സാമഗ്രികളെയും അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. ഈശോയുടെ തിരുരക്തത്താൽ ഞങ്ങളുടെ ഭവനത്തിനുള്ള എല്ലാം വിശുദ്ധീകരിക്കപ്പെടട്ടെ. കർത്താവേ, ഞങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാ ഭക്ഷണപാനീയങ്ങളെയും ഞങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുവകകളെയും ഈശോയുടെ തിരുരക്തത്താൽ വിശുദ്ധീകരിക്കണമേ. ദൈവമായ കർത്താവേ, ക്രിസ്മസ് ആഘോഷിക്കുവാൻ തയ്യാറെടുക്കുന്ന ഞങ്ങൾക്ക് ദൈവത്തിന്റെ കൃപകളാൽ, ദൈവിക അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കുടുംബത്തിൽ സന്തോഷമുള്ള ദിവസം എല്ലാവരും ഒത്തൊരുമിച്ച് സന്തോഷിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ തരണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ വരുന്ന എല്ലാ വിരുന്നുകാരെയും ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബാംഗങ്ങളും മറ്റുള്ളവരും ഒന്നിച്ചു കൂടുമ്പോൾ ദൈവമേ, നന്മയുടെ പൂർത്തീകരണമായി മാറണമേ. കർത്താവേ, ഞങ്ങളുടെ ഭവനത്തിൽ അനുഗ്രഹങ്ങൾ വർഷിക്കണമേ. ദൈവമേ, കുടുംബാംഗങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ അവിടെ ഐക്യതയും സ്നേഹവും സമാധാനവും ഉണ്ടായി ഞങ്ങളെല്ലാവരും ക്രിസ്മസ് ഞങ്ങളുടെ ഹൃദയത്തിൽ ആഘോഷിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്ന് വെറുപ്പും വിദ്വേഷവും എടുത്തു മാറ്റി പൂർണ്ണമായ ക്രിസ്മസ് ആചരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ എളിമ കൊണ്ട് നിറയ്ക്കണമേ. ദൈവമേ, ക്രിസ്തുവിനെ ഞങ്ങളുടെ ഹൃദയത്തിൽ വഹിക്കുന്നതിനും ഞങ്ങളുടെ ഹൃദയത്തിൽ ജന്മം കൊടുക്കുന്നതിനും ഞങ്ങളുടെ ഹൃദയത്തിൽ ആ ഉണ്ണീശോയ്ക്ക് വളരാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കുന്നതിനും ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ. ഈശോയുടെ തിരുരക്തത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകി ഞങ്ങൾക്ക് ഓരോ ദിവസവും ജീവിക്കുന്നതിന് കൃപ തരണമേ. കർത്താവായ ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരും ദിവസവും ക്രിസ്മസ് ആചരിക്കുന്നതിന് ഞങ്ങൾക്ക് സാധിക്കണമേ. ആത്മീയമായ ക്രിസ്മസ് ഞങ്ങളുടെ ഓരോ നിമിഷത്തിലും ആചരിക്കുന്നതിന് ഞങ്ങൾക്ക് ഇടവരുത്തണമേ. ദൈവത്തിന്റെ സമാധാനം ഭൂമിയിൽ സർവഭൂമിയിലും നിറയട്ടെ. കർത്താവേ, ആട്ടിടയന്മാർ പാടിയതുപോലെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് ആട്ടിടയരോടൊപ്പം ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. പ്രത്യേകിച്ച് കുടുംബത്തിൽ വിശേഷ ദിവസങ്ങളിൽ ഒന്നിച്ചുകൂടുന്ന എല്ലാ കുടുംബാംഗങ്ങളിലേക്കും ദൈവത്തിന്റെ സമാധാനം നിറയട്ടെ. ഞങ്ങളുടെ കുടുംബവുമായി ബന്ധമുള്ള എല്ലാ വ്യക്തികളിലേക്കും ദൈവത്തിന്റെ സമാധാനം നിറയ്ക്കണമേ. കർത്താവേ, ക്രിസ്മസിന്റെ എല്ലാ സമാധാനവും സമൃദ്ധിയും സന്തോഷവും ഇന്ന് ഞങ്ങൾക്ക് നിറച്ചു തരണമേ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവം പ്രീതിപ്പെടുവാൻ ദൈവമേ, ഇന്ന് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ നീ അഭിഷേകം ചെയ്യണമേ. ധാരാളം നന്മ ചെയ്യുവാൻ, ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ, ഇല്ലാത്തവർക്ക് ഒരു പങ്ക് നൽകി അനുഗ്രഹിക്കുവാൻ, കർത്താവെ, എല്ലാവർക്കും നന്മ ചെയ്യുവാൻ, എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുവാനും, വെറുപ്പ് വെക്കാതെ എല്ലാവരെയും സ്നേഹിക്കുവാനും, എല്ലാവരെയും മനസ്സിലാക്കുന്നതിനും അംഗീകരിക്കുന്നതിനും ഈ ക്രിസ്മസ് ആഘോഷവേളയിൽ ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മനസ്സിന് അന്തരം നൽകണമേ. ക്രിസ്മസിന്റെ എല്ലാ സമാധാനവും അനുഭവിച്ചറിയുന്നതിന്, ക്രിസ്മസിന്റെ എല്ലാ സന്തോഷവും അനുഭവിച്ചറിയുന്നതിന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ഭവനത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഇന്ന് സകല ശത്രുക്കളുടെയും പദ്ധതികളിൽ നിന്ന് ഞങ്ങളെ പരിപൂർണമായി രക്ഷിക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. കർത്താവേ, ദുഷ്ടരുടെ നിന്ദാവചനങ്ങൾ ഏൽക്കാതെ ഞങ്ങളെ അവിടുന്ന് മറച്ച് സംരക്ഷിക്കണമേ. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ അസ്വസ്ഥതകളും കുറവുകളും എടുത്തു മാറ്റി സകല ദുഷ്ടരിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ഞങ്ങൾ അങ്ങയോട് സഹായത്തിന് വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങളുടെ യാചനകൾ കേൾക്കുകയും ഞങ്ങളുടെ അപേക്ഷ കേട്ട് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുന്ന് സാധിച്ചു തരികയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ 3 നിയോഗങ്ങളെ പ്രത്യേകം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ സമയം നിങ്ങളുടെ 3 നിയോഗങ്ങളെ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ സമർപ്പിച്ച് മൗനമായി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവേ, അങ്ങയെ കാത്തിരിക്കുന്ന ഞങ്ങളാരും തന്നെ ദുർബലരാകാതെ ധൈര്യത്തോടെ വിശ്വാസത്തോടെ അങ്ങേക്ക് നന്ദി പറഞ്ഞ് അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തി ഞങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണ സന്തോഷം അനുഭവിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. ദൈവമേ, ഇന്ന് കടബാധ്യതകൾ കൊടുത്തു തീർക്കേണ്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പണം കൊടുത്തിട്ട് തിരികെ ലഭിക്കാതെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും അവരുടെ പണം തിരികെ കിട്ടുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ അവിടുന്ന് ഏർപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിസയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിട്ട് കാത്തിരിക്കുന്ന മക്കൾക്ക് അവരുടെ ആകാംക്ഷയിൽ അവിടുന്ന് ഇടപെട്ട് കർത്താവെ, അവരുടെ തടസ്സങ്ങൾ, വിസയ്ക്കുള്ള തടസ്സങ്ങൾ എടുത്തു മാറ്റി കൃത്യസമയത്ത് കൃത്യദിവസത്തിൽ തന്നെ അവരുടെ വിസ ലഭിക്കുവാൻ അവർക്ക് കൃപയുണ്ടാകണമേ. അങ്ങ് തന്നെ അവിടുന്ന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മാസം ഞങ്ങൾക്കുള്ള എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളെയും എടുത്തു മാറ്റി സാമ്പത്തികമായ സമൃദ്ധിയും അഭിവൃദ്ധിയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നൽകണമേ. കർത്താവെ, ഗർഭിണികളായ എല്ലാ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗർഭസ്ഥ ശിശുക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, അങ്ങ് പൂർണ്ണ ഗർഭവതിയായിരുന്നപ്പോൾ അങ്ങേക്കുണ്ടായ എല്ലാ അസ്വസ്ഥതകളും അങ്ങയുടെ എല്ലാ ദുഃഖവും വേദനയും ആകാംക്ഷതയും ഭയവും അവിടുന്ന് അനുഭവിച്ചുവല്ലോ. ഇപ്പോൾ ഗർഭിണികളായ എൻ്റെ സഹോദരിമാർ അനുഭവിക്കുന്ന എല്ലാ അസ്വസ്ഥതകളും വേദനയും നിരാശയും വിഷമവും ദുഃഖവും ഭയവും ആകുലതകളും ആകാംക്ഷയും പരിശുദ്ധ അമ്മേ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇവരുടെ ദുഃഖം അവിടുന്ന് എടുത്തു മാറ്റണമേ. അവർക്ക് സുഖപ്രസവം നൽകി അവരെ അനുഗ്രഹിക്കണമേ. പ്രസവിക്കുവാൻ പോകുന്ന എല്ലാ സഹോദരിമാർക്കും സുഖപ്രസവം നൽകി അവരെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, അവരുടെ കൂടെ നിന്ന് അവരെ സഹായിക്കണമേ. പ്രത്യേകിച്ച് ഗർഭിണിയായ ഒരു സഹോദരിയുടെ ശരീരത്തിൽ കാണുന്ന മരുന്നിന്റെ എല്ലാ സൈഡ് ഇഫക്ട്സും അവിടുന്ന് എടുത്തു മാറ്റി ശരീരത്തിലുണ്ട വെള്ളപ്പാണ്ടുകളിൽ നിന്നും ചുണ്ടിൽ വരുന്ന എല്ലാ കറുത്ത പാടിൽ നിന്നും ആ സഹോദരിയെ രക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, മരുന്നിന്റെ അലർജിയുമുള്ള എല്ലാ മക്കൾക്കും ഇപ്പോൾ തന്നെ അമ്മ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. അമ്മ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ. എല്ലാ രോഗികൾക്കു വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ ശക്തമായ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതിനാൽ തന്നെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം ശരീരത്തിൽ സ്കിൻ അലർജിയിൽ വേദനിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ശരീരത്തിലെ പാണ്ടുകള്, വെള്ളപ്പാണ്ട്, കറുത്ത പാണ്ട്, അങ്ങനെ ചൊറിച്ചിൽ, അങ്ങനെ എല്ലാ അസ്വസ്ഥതകളും ഉള്ള സഹോദരി സഹോദരങ്ങളുടെ സ്കിന്നിന്റെ എല്ലാ അലർജിയും മാറ്റി ഈശോയുടെ തിരുരക്തത്താൽ അവരുടെ ചർമ്മത്തെ വിശുദ്ധീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ അത്ഭുതകരമായി ഇന്ന് അവർക്ക് സാധിച്ചു കൊടുക്കണമേ കർത്താവേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന, ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അവിടുന്ന് സ്വീകരിച്ച് ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതങ്ങൾ നടക്കുവാൻ അങ്ങിടയാക്കണമേ. കർത്താവേ, ഇന്ന് സകല ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്ത് സംരക്ഷിക്കണമേ. എല്ലാവരും ക്രിസ്മസിന്റെ സന്തോഷത്തിൽ, ആനന്ദത്തിൽ എല്ലാ കുടുംബങ്ങളും അനുഗ്രഹങ്ങളാൽ നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ലോകം മുഴുവനും ക്രിസ്മസിന്റെ സമാധാനം കൊണ്ട് നിറയുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളും ക്രിസ്മസിന്റെ സമാധാനം കൊണ്ട് നിറയുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബാംഗങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ അവിടെ എല്ലാവരും സമാധാനവും സന്തോഷവും കൊണ്ട് നിറയുവാൻ, എല്ലാവരും ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ എല്ലാവർക്കും സമാധാനം, സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് ഓരോ കുടുംബത്തിലും അങ്ങയെ വാഴ്ത്തിപ്പുകഴ്ത്തുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, കുടുംബങ്ങളെ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമേ, അങ്ങേക്ക് എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിന്റെ മാലാഖമാരെ, ഇന്ന് ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം പ്രീതിപ്പെടുവാൻ, ദൈവം സംപ്രീതനാകുവാൻ നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയുടെ നീലമേലങ്കിയുടെ സംരക്ഷണം ഇന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. പരിശുദ്ധ അമ്മേ, അങ്ങ് ശിശുവായ ഈശോയെ ഉദരത്തിൽ വഹിച്ചപ്പോഴുള്ള എല്ലാ സഹനങ്ങളിലും അങ്ങ് ദൈവത്തെ സ്തുതിച്ചതുപോലെ ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ സഹനങ്ങളിലും ദൈവത്തെ സ്തുതിക്കുവാൻ അമ്മയുടെ ശക്തമായ പ്രാർത്ഥനയും സഹായവും ഞങ്ങൾക്ക് തരണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പരിശുദ്ധ അമ്മേ, എപ്പോഴും ഞങ്ങളുടെ കുടുംബത്തിന് കാവലായിരിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിന്റെ അമ്മയായി, രാജ്ഞിയായി, രക്ഷകയായി അമ്മ വാഴണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ, ഭവനത്തിൽ അങ്ങ് ഉണ്ണീശോടൊപ്പം എഴുന്നള്ളി വരണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും സമാധാനവും സന്തോഷവും സമൃദ്ധിയും കൊണ്ട് നിറയുവാൻ, കുടുംബാംഗങ്ങൾ ഒത്തൊരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ, പരിശുദ്ധ അമ്മേ, അമ്മയുടെ മാതൃക പിൻചെല്ലുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം എല്ലാ അനുഗ്രഹങ്ങളാലും നമ്മെ അനുഗ്രഹിക്കട്ടെ, സംരക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. ആമേൻ.